ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഓഫ്, എൻ്റെ ദൈവമേ, ഞാൻ കുറച്ച് നേരമായി ഇവിടെ എണീറ്റ് കിടക്കുന്നു. എണീക്കാനായിട്ടുള്ള മടി കൊണ്ടും ബുദ്ധിമുട്ടുകൊണ്ടും ഞാൻ എഴുന്നേറ്റിട്ടില്ല ഇതുവരെ ബെഡിൽ നിന്ന്. നമ്മൾ കുറേ നാളായല്ലേ. ഒരു മിനിറ്റ്, ഇവിടെ ഫാൻ ഇട്ടേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഫാനിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, ക്ഷമിക്കണം. നമ്മൾ കുറേ നാളായല്ലേ വ്ളോഗ് എടുത്തിട്ട്. എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചോദിക്കാറുണ്ട്, നീ വ്ളോഗ് എടുക്കൽ നിർത്തിയാന്നുള്ളത്. നിർത്തിയിട്ടില്ല, പക്ഷേ തിരക്കുകൾ കൊണ്ടും പിന്നെ മടിയൊക്കെ കൊണ്ടും ഞാനിങ്ങനെ എടുക്കാൻ വിട്ടു കേട്ടോ. ചില സമയത്ത് അടിപൊളി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ നമുക്കത് കണ്ടൻറ്റ് ആക്കാൻ പറ്റും നല്ല സുഖമായിട്ട്. പക്ഷേ ഞാനത് മറന്നു പോകും. ഇന്ന് എന്തായാലും ഒരു ക്ലാസ്സുള്ള ദിവസമായിരുന്നു, പക്ഷെ ഞാൻ ക്ലാസ്സിൽ പോയില്ല ഫോർ മൈ പേഴ്സണൽ റീസൺസ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വ്ളോഗ് എടുക്കാമെന്ന്. ഇപ്പം ഞാൻ ഹോസ്റ്റലിലാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ഡേ ഇൻ മൈ ലൈഫ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ മാക്സിമം എൻ്റെ വീഡിയോയിൽ ഇന്നത്തെ എൻ്റെ ലൈഫ് ഞാൻ കാണിക്കാനായിട്ട് ശ്രമിക്കാം. എന്താ ഇപ്പം ഇന്നത്തെ ലൈഫ്, പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ രാവിലെ ഒരു 10 മണിയായി. ഇപ്പം തന്നെ ഉച്ചയാവും. എന്തെങ്കിലും കഴിക്കണം, അത്യാവശ്യം വിശക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടികൾ ചെയ്യണം. ഉച്ചയ്ക്ക് കഴിക്കണം, അതിനുള്ള പരിപാടികൾ ചെയ്യണം. രാത്രി കഴിക്കണം, അതിനുള്ള പരിപാടികൾ ചെയ്യണം. ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെയ്യേണ്ടത്, എനിക്ക് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. ഇന്ന് വെയിലായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തീരുമാനമിടാം. അതാണ് അതിൻ്റെ ഇടയിലുള്ളൊരു പരിപാടി. പിന്നെന്താ, കടയിലൊന്ന് പോകണം. പിന്നെ ഡ്രസ്സ് അത് ഞാനുണ്ടല്ലോ വീട്ടിൽ പോണേക്ക് മുമ്പ് ഞാൻ വീട്ടിൽ പോയായിരുന്നു. ആ ഒരു കാര്യമൊക്കെ എങ്ങനെയാണ് കണ്ടിന്യൂഷൻ പോകുമല്ലോ. ഓക്കെ, ഇവിടെ അടുത്തായിട്ട് തയ്ക്കണ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ എൻ്റെ 3 പാൻറ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ലൂസായിരുന്നു. അപ്പം അത് വാങ്ങിക്കാൻ പോകണം. അതെൻ്റെ വീട്ടിൽ ഞാൻ പോണേക്ക് മുമ്പ് കൊടുത്താണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാനൊരു 2 ആഴ്ച അടക്കമുണ്ടായിരുന്നു. കാരണം എനിക്ക് ഡെങ്കിപ്പനി വന്നിട്ടുണ്ടായിരുന്നു ഈ ഹോസ്റ്റലിൽ നിന്ന്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഡെങ്കിപ്പനി ആർക്കും വരല്ലേ എൻ്റെ ദൈവമേ എന്ന് എനിക്ക് ആദ്യമായിട്ട് സംഭവം വന്നത് കേട്ടോ. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലൊക്കെ ഒന്നും അഡ്മിറ്റായിട്ട് കിടന്നിട്ടില്ല എൻ്റെ ഓർമ്മയിൽ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ 19 വയസ്സിൽ ഞാൻ കിടന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത വെറുത്ത് പോയൊരു കാര്യമാണ് ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ട്രിപ്പിട്ട് കിടക്കുക എന്നുള്ളത് കേട്ടോ. എന്തായാലും ഇപ്പം എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആയി. പപ്പ കൊടുത്ത സാധനമാണ്, അത് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അതവിടെ ഉണ്ടാവും, അപ്പം അത് പോയി വാങ്ങിക്കണം. പിന്നെ എനിക്ക് കുറച്ച് നോട്ട് എഴുതാനുണ്ട്. ഈ ഡെങ്കു വന്ന് വീട്ടിൽ നിന്ന സമയത്ത് കുറച്ച് ക്ലാസ്സൊക്കെ കട്ടായിട്ടുണ്ടായിരുന്നല്ലോ. ആ ടൈമിൽ എടുത്ത നോട്ടൊക്കെ എനിക്കൊന്ന് കംപ്ലീറ്റ് ആക്കണം. സാറൊക്കെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് തുടങ്ങി, അസൈൻമെൻറ്റ് വെക്കാത്തവരെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെന്താ പരിപാടി? ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. വേറൊരു പരിപാടിയും എനിക്കില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ്. എൻ്റെ റൂമിൽ നിൽക്കുന്ന കുട്ടി, അതായത് ആർദ്ര, നിങ്ങൾക്കറിയാൻ പറ്റും. എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അവളെ കാണാൻ പറ്റും. അവൾ വൈക്കത്ത് പോയേക്കാണ്, അതായത് അവളുടെ ചിറ്റയുടെ വീട്ടിൽ. അവൾക്ക് തീരെ വയ്യ. ഇപ്പം എല്ലാവർക്കും വയ്യായ്മയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. നിപ്പ വൈറസ് ഒരു സാന്നിധ്യവും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ആർദ്രക്കാണെങ്കിലും തീരെ വയ്യ, വയറുവേദനയും ഛർദിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല രീതിക്ക് അവർക്ക് റെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാൻ തോന്നും. പക്ഷേ എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന അസുഖമാണെന്നുണ്ടെങ്കിൽ, ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, മഴയൊക്കെ നനയുമ്പോൾ എൻ്റെ കുഞ്ഞിപ്പനിയൊക്കെ ഇല്ലേ, അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് തന്നെ മാറ്റാൻ പറ്റും. നല്ല തുളസിയും പനിക്കൂർക്കൊക്കെ ഇട്ട് വെള്ളമൊക്കെ കുടിച്ച് ആവിയൊക്കെ പിടിച്ച് ഞാനത് സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവും, എൻ്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാവും. കഴിഞ്ഞ പ്രാവശ്യത്തെ പനി എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തു. തുളസിയും പനിക്കൂർക്കയും ആവിയൊക്കെ പിടിച്ച് ഞാൻ നോക്കി, പക്ഷേ കുറയുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കയ്യിൽ പിടിച്ചാൽ കിട്ടുന്ന സംഭവമാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയത്. കറക്റ്റ് സമയത്ത് വീട്ടിലോട്ട് ചെന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കൗണ്ടൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ആർദ്രനോട് ഞാൻ ചിറ്റയുടെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു. അവൾക്കും അത് തന്നെയാണ് താല്പര്യം. കാരണം കുറേ പേരുണ്ടാവും നോക്കാനായിട്ട്. മീൻസ് ചുറ്റും ആളുകളുണ്ടാവുമല്ലോ. ഇപ്പോൾ ഹോസ്റ്റലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പരിമിതികളുണ്ട്. അപ്പോൾ അവൾ അത്യാവശ്യം റെസ്റ്റൊക്കെ ചെയ്ത് വരട്ടെ. അതുവരെയും ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. അപ്പുറത്തെ റൂമിൽ കുട്ടികളൊക്കെ ഇട്ടോ.
ഞാൻ ഒറ്റക്കൊന്നുമല്ല കിടക്കുന്നത്. രാത്രി എനിക്കൊറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും കൂട്ടാളുണ്ടാവും. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ റൂമാണ്. ഞങ്ങൾ 2 സെക്ഷനായിട്ടാണ് ഇങ്ങനെ തിരിച്ചേക്കുന്നത്. അപ്പം അപ്പുറത്തെ പിള്ളേരുണ്ട്, അവർ വരാറുണ്ട്. അപ്പോൾ അവർ അപ്പുറത്താണ്, ഞങ്ങളിവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും അവർ വരും. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബളബളബള 5:22, അതായത് 5 മിനിറ്റും 22 സെക്കൻഡും ഞാനിപ്പോൾ സംസാരിച്ചു. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ ഈയിടെയായിട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ മറന്നു പോകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻട്രോ എന്ന് പറയുന്നത്. ഞാനത് എടുക്കാനേ ഇല്ല. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് തിങ്സ്. അപ്പോൾ സസ്നേഹം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി ഒന്ന് കെട്ടി സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഡെങ്കിപ്പനി വന്നതിന് ശേഷം എൻ്റെ മുടി കൊഴിയുന്നതിന് കയ്യും കണക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതൊന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് മുടിയൊക്കെ കൊഴിയണമെന്നുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് വെട്ടണം, എന്നിട്ട് വേണം ആ ഒരു ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലാണ്ട് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിലിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു ഗുണമില്ല. പണ്ട് എനിക്ക് അത്യാവശ്യം ലോങ് ഹെയർ ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ ഒരു തവണ ഷോർട്ട് ഹെയർ ഒന്ന് ആക്കി നോക്കി. അതിനുശേഷം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഷോർട്ട് ഹെയറിൽ കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കലം വെള്ളം തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. ഞാൻ പല്ല് വെച്ചിട്ടില്ല, പക്ഷെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് പല്ലേക്കാന്ന് വിചാരിച്ചു. ഒരു തുള്ളി വെള്ളമില്ല, എൻ്റെ കുപ്പിയിലിരിക്കണ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കട്ടെ. ഞാൻ വെള്ളം കുടിക്കുന്നത് പൊതുവെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം പനി വന്നപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു വെള്ളമൊന്നും കുടിക്കാറില്ലല്ലേ എന്ന്. സത്യമായിരുന്നു, ഞാൻ കോളേജിൽ പോകുമ്പോൾ പോലും ഒരു കുപ്പി വെള്ളം നിറച്ചുകൊണ്ട് പോയി അങ്ങനെ ഒന്നും ചെയ്യാറില്ലായിരുന്നു. നല്ല കുറവായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. ഇപ്പം ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അതിൽ വെള്ളമൊക്കെ നിറച്ച് ഞാൻ കുടിക്കാറുണ്ട്. ഒരു 2 ലിറ്റർ ഞാൻ മെഷർമെൻ്റൊക്കെ വെച്ചിട്ട് ഇപ്പം എന്തായാലും കുടിക്കാറുണ്ട്. ഞാൻ പുറത്ത് നിന്നിട്ടാണ് കേട്ടോ പല്ലേക്കുന്നത്. എനിക്ക് ഭയങ്കര ഒരു രസമാണ്. ഇങ്ങനെ എന്തോ ഒരു പ്രത്യേക സുഖമാണ് ഇങ്ങനെ പുറത്ത് നിന്ന് പല്ലേക്കുമ്പോൾ കിട്ടുന്നത്. എനിക്ക് ബാത്റൂമിൽ നിന്ന് പല്ലേക്കണേക്കാൾ ഇഷ്ടമാണത്. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് വന്നു. ഇനി ഒന്ന് നല്ല രീതിക്ക് ഫേസ് വാഷ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡെർമാഡോക്കിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. ഇത് അടിപൊളിയാണ് സംഭവം. പക്ഷേ എൻ്റെ ഈ ഒരു ക്യാമറയിൽ വ്യക്തമാവുന്നില്ലേ? ഞാൻ അടുത്ത് വരാം. ഇത് കണ്ടോ? ഇപ്പുറത്തെ പിന്നെയും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തെ എനിക്ക് ഭയങ്കര മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം മാത്രമല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. നൈറ്റ് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് കുഴി പിന്നെ ഈ പിമ്പിൾസ് വന്ന് പോയതിൻ്റെ മറ്റേ കറുത്ത പാടൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറണം. അപ്പം ഞാൻ കുറേ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് ഇതെന്താ മറിച്ചാണോ ഞാൻ ഈ ബനിയനിട്ട് ഇങ്ങനെ കണ്ട ബനിയനെ മറിച്ചാണെന്നൊന്നും കിട്ടണോ? സത്യം അടിപൊളി. അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ, ഫ്ലോ അങ്ങ് പോയി കിട്ടിയിട്ടോ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു നല്ല ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ പരിപാടികളിലോട്ട് കിടക്കാം. ഞാൻ വലിയ രീതിക്ക് അങ്ങനെ ഒരു മിനിറ്റ് അവിടെ ഒരു ബട്ടർഫ്ലൈ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്? ഓക്കെ, ഞാൻ വലിയ രീതിക്ക് അങ്ങനെ സ്കിൻ കെയർ ഒക്കെ എൻ്റേതായിട്ടുള്ള സ്കിൻ കെയർ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒന്നും യൂസ് ചെയ്യാറില്ല. കാരണം അതെന്നെ കൊണ്ട് മുതലിക്കത്തില്ല. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ഞാൻ യൂസ് ചെയ്യാറ്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ നിൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസറും പിന്നെ SPF 30 ഉള്ള സൺസ്ക്രീനും ഒക്കെ യൂസ് ചെയ്യണമെന്നുള്ളത്. ബട്ട് നമ്മൾക്ക് ആവുന്ന സ്കിൻ കെയർ ഒക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യും, അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യും, അത്യാവശ്യം നല്ലൊരു എന്താ ഞാൻ പറയണ്ടേ പണ്ടാറം ഫേസിനാ വാഷ് ചെയ്യും. അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് രാവിലെയും രാത്രി, പിന്നെ രാത്രിയാണ് മെയിനായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നത്. എൻ്റെ ഈ ഒരു പിമ്പിൾസിന് വേണ്ടിയിട്ട്. അത് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കവിളിൽ നല്ല പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പുറത്തും കൂടി ഒന്ന് ഓക്കെയാണ്. ഇപ്പുറത്തായിരുന്നു കുറച്ചധികം. അതൊന്ന് പതിയെ പതിയെ കുറഞ്ഞു വരുന്നേ ഉള്ളൂ. പിന്നെന്താ, മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് നോക്കുന്നു കഴുകിയിട്ട് വരാം. ഞാനിങ്ങനെ നോക്കി ചെയ്യുന്നില്ല. ഇവിടെയാണ് എൻ്റെ കണ്ണാടി ഇരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ണാടി പിന്നീട്. ഈ ഫേസ് വാഷ് ഒക്കെ കഴിയട്ടെ. ഒരു കുഞ്ഞു കണ്ണാടിയാണ് കേട്ടോ. ഇവിടെ കുറേ കണ്ണാടി ഉണ്ടായിരുന്നു, 3 എണ്ണം ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേർക്കും ഓരോ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു, ആർദ്രക്ക് ഉണ്ടായിരുന്നു, ഉണ്ണിമോക്കുണ്ടായിരുന്നു. പക്ഷേ എല്ലാ കണ്ണാടിയും പൊട്ടി ഇപ്പോൾ ഈ ഒരു ചെറിയ കണ്ണാടി മാത്രമേ നമുക്കുള്ളൂ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ
ഞങ്ങൾ താമസിക്കുന്ന ഈ ഒരു വീടില്ലേ, ഈ വീടിൻ്റെ ജനലെന്ന് പറയുന്നത് എന്താ പറയുക, നമുക്കൊരു കണ്ണാടി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ജനലാണ്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ജീവിച്ച് പോകുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കി ഒന്ന് നല്ല രീതിക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്യട്ടെ, ഫേസൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്തു, എല്ലാ പരിപാടികളും പ്രാഥമികമായിട്ടുള്ള എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് കയറിയിട്ട് എന്തെങ്കിലും തിന്നാനായിട്ടുള്ള പരിപാടി നോക്കാം. ഒന്നും കഴിച്ചിട്ടില്ല, നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് സെറ്റ് ചെയ്യാം. ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്തിട്ടല്ല സംസാരിക്കുന്നത്, പക്ഷേ എനിക്കൊരു സംശയം, ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ, അങ്ങോട്ടേക്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ അത്യാവശ്യം ഉറക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ, കാരണം ഈ വീഡിയോ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളുടെ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം വെക്കാനൊന്നും ഒരു സ്ഥലമില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. കണ്ടോ, കഴുകിയ പാത്രങ്ങൾ ഇങ്ങനെ അങ്ങനെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മളിങ്ങനെ ഓരോ സംഭവത്തിന് വേണ്ടി എടുക്കുമ്പോൾ, അയ്യോ ഇതിപ്പോൾ പൊട്ടിയാൻ, ഓരോ സംഭവത്തിന് വേണ്ടി എടുക്കുമ്പോഴും ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് പോണത്. പാത്രം വെക്കാനായിട്ടുള്ള ഒരു സ്ഥലമില്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇന്നൊരു വ്ലോഗ് എടുക്കണം എന്നുള്ളൊരു ത്വര ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. കാരണം ഒറ്റക്കായിരിക്കുമ്പോൾ എന്താ പറയുക, നമുക്കൊരു എനിക്കും എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷേ ഇങ്ങനെ ഒരു ഫോണൊക്കെ വെച്ച് ഇങ്ങനെ ഒരു വ്ലോഗൊക്കെ സെറ്റപ്പ് ചെയ്ത് വ്ലോഗ് എടുക്കാന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഇന്ന് വ്ലോഗ് എടുക്കാനായിട്ടുള്ള കാരണം. പക്ഷെ സീരിയസ്ലി എനിക്കിത് ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എനിക്കിഷ്ടമാണ് വ്ലോഗ് ചെയ്യുന്നത്. കാരണം എനിക്ക് ചെയ്ത് വന്നപ്പോൾ ഇപ്പോൾ ഒരു 100 പ്രാവശ്യം ഞാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ എനിക്കിങ്ങനെ ആ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അപ്പം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ, അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യണം ആത്മാർത്ഥമായിട്ട്. പക്ഷെ പല സമയത്ത് ഞാനത് മറക്കുന്നുണ്ട്. അയ്യോ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിൽ ഇടയ്ക്ക് വ്ലോഗ് ഇടാം, കണ്ടന്റ് ഇടാം, ഷോർട്സ് ഇടാം എന്നുള്ള കാര്യം. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഡെയിലി ഒരു ഷോർട്സ് വെച്ച് നീടുന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. എപ്പോഴാണാവോ ഞാൻ അതിലൊന്നും ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തൊന്ന് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എപ്പോഴും ഞാൻ പറയും ഇനി ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഒരു 2-3 ദിവസം ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞാൽ ഒരു നല്ല രീതിക്ക് ഒരു ഗ്യാപ്പ് വരും. ഇനിയെങ്കിലും നല്ല രീതിക്ക് ഒന്ന് ചെയ്ത് തുടങ്ങണേ എന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഈ കോളേജൊക്കെ ഉള്ളപ്പോൾ രാവിലെ എടുത്തോ പിടിച്ചോ എന്നുള്ള പോലെ ഒരു ഓട്ടമാണ്. ആ സമയത്ത് നമ്മൾ ഫോണും വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ ഒന്നും സമയം ഉണ്ടാവില്ല. എന്നാലും ആ ടൈമിൽ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഷോർട്സ് ഒക്കെ ചെയ്തിട്ടാന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷെ സമയമില്ല. സമയം എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ നീറ്റ് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാനായിട്ട് ടൈം ഉണ്ടാവും. പക്ഷെ നേരത്തെ നീക്കൂല. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. ഇവിടെ 2 പഴം ഇരിപ്പുണ്ട്, ഏത്തപ്പഴം. അപ്പോൾ നെയ്യ് ഉണ്ടായിരുന്നെങ്കിൽ അതിലിട്ടൊന്ന് നോക്കട്ടെ. ഓ മൈ ഗാഡ്, നെയ്യ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് സെറ്റപ്പ് ചെയ്യാം. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ, ഞാൻ 2 ആഴ്ച വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ വന്നപ്പോൾ ഞാൻ ഈ ഒരു ചീനച്ചട്ടി പിന്നെ ഈ വെള്ളം വെച്ചിരുന്ന കലവും ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. കാരണം ഇവിടെ വെള്ളം തിളപ്പിക്കാനായിട്ടൊരു പാത്രം ഉണ്ടായിരുന്നില്ല. നമ്മൾ കുക്കറിലൊക്കെയാണ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കുപ്പിയിലോട്ട് അത് പകർത്തി വെക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അത് എപ്പോഴും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം കുക്കറിൽ നിന്ന് വെള്ളം മാറ്റണമല്ലോ. കാരണം കുക്കർ നമുക്ക് ചോറൊക്കെ വെക്കാനായിട്ട് ആവശ്യമായി വരുമ്പോൾ ഈ വെള്ളം എങ്ങനെയെങ്കിലും മാറ്റണം. അതുകൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു കലം വാങ്ങിച്ചതുകൊണ്ട് നമുക്ക് ഭയങ്കര ഉപകാരം ഉണ്ടായി. നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം കുറേ പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് അത് പിന്നീട് നമുക്ക് യൂസ് ഇല്ലാണ്ട് പോകും. കാരണം ഇപ്പോൾ ഈ ഒരു മാർച്ച് ആകുമ്പോഴേക്കും എൻ്റെ ഇവിടുത്തെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിയും. അപ്പോൾ കുറേ പാത്രവും കുറേ ഫെസിലിറ്റീസൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ തൽക്കാലത്തേക്ക് മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് നമ്മൾ എന്തായാലും പോകും. അപ്പോൾ അത്യാവശ്യം കുക്കൊക്കെ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെ മാത്രമേ ഇവിടെ വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കുറേ സംഭവങ്ങളൊന്നും വാങ്ങിച്ച് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വെറുതെ പണം വേസ്റ്റാണ് അതൊക്കെ. ആ പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പരിപാടി ചെയ്യും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മോയ്സ്ചറൈസർ വാങ്ങാം, അല്ലെങ്കിൽ ഒരു സൺസ്ക്രീൻ വാങ്ങാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര ഫെസിലിറ്റീസൊക്കെ ഒന്നും കിച്ചണിൽ ഒരുക്കാനൊന്നും ഞാൻ ശ്രമിക്കാറില്ല. ഇപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ വാങ്ങിച്ചു തന്നാണ് കേട്ടോ ഈ ചീനച്ചട്ടി കാലമൊക്കെ. അതിനാ വീട്ടിൽ പോകുമ്പോൾ തിരിച്ചെടുത്തോട്ട് പോവേ വേണം, അല്ലെങ്കിൽ അമ്മ എന്നെ കൊല്ലും. എനിക്ക് ഈ നേന്ത്രപ്പഴം ഇങ്ങനെ കുനുകുനായിരുന്നിട്ട് നെയ്യിലിട്ട് വറുത്ത് കോരിയെടുത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇങ്ങനെ തൂകിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഇതത്ര
ഹെൽത്തി ഒന്നുമല്ല, അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നെയ്യിലൊക്കെ വറുത്ത് കോരി പഴമൊക്കെ കഴിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. പക്ഷേ നെയ്യ് ഇവിടെ ഇരിപ്പുണ്ട്, പഴം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്കിത് ഇങ്ങനെ കഴിക്കാതിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നതേ ഉള്ളൂ. എല്ലാ ദിവസമൊന്നും ഞാനിങ്ങനെ കഴിക്കാറൊന്നുമില്ല കേട്ടോ. ഇവിടെ എന്താണുള്ളത് അതനുസരിച്ചിട്ടാണ് നമ്മളുടെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം. അപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് പഴമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അനാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോൾ ആർദ്രയും കുറേ അനാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കൗണ്ടൊക്കെ വെക്കാനായിട്ട് അത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അമ്മ തന്നുവിട്ടാണ്. അത് ഞാൻ കഴിക്കും, അത് തീരുന്നവരെ എന്തായാലും ഞാനത് കഴിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നാളെ ചിലപ്പോൾ ചോറായിരിക്കും. അങ്ങനെ നമുക്ക് എന്താണോ പെട്ടെന്ന് വെക്കാൻ പറ്റുന്നത് അതനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആർദ്രയും കൂടിയും ഇവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാനൊക്കെ ചെയ്തിട്ട് കടയിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. പിന്നെ മുട്ട ഇരിപ്പുണ്ട്, അപ്പോൾ ഞാനൊരു മുട്ടയും കൂടിയും പുഴുങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദേ ഇതൊക്കെയാണ്. അനാറ്, പിന്നെ നമ്മളുടെ നെയ്യിലിങ്ങനെ വറുത്ത് കോരിയെടുത്ത പഴം, ഒരു പുഴുങ്ങിയ മുട്ട, പിന്നെ വെള്ളം. ഞാൻ ചായ കൂടി നിർത്തിയിട്ട് കുറച്ച് നാളുകളായിട്ടോ. ഇടയ്ക്കൊക്കെ എന്നാലും കുടിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ റെഗുലറായിട്ട് ഞാൻ ആ കുടി നിർത്തി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ തന്നെ നമുക്ക് ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പരിപാടിയൊന്നുമില്ലല്ലോ, ഇനി കിച്ചണിലോട്ട് നമ്മൾ കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം തന്നെ നമുക്ക് ഉച്ചക്കലത്തേക്ക് കഴിക്കാനുള്ളതും കൂടി ഉണ്ടാക്കി വെക്കാമെന്നാണ് കേട്ടോ. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കപ്പയും ഇരിപ്പുണ്ട്, അരി ഇരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാം, അതായത് കപ്പ പുഴുങ്ങിയിട്ട് അത് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് വെക്കാം. അപ്പോൾ എന്ത് വേണം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഏറ്റവും അവസാനം ഞാൻ ചോറ് തന്നെ വെക്കാമെന്ന് വെച്ചു. കാരണം തക്കാളി ഇരിപ്പുണ്ട്, അത് ഇന്നും കൂടി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ആകുമ്പോഴേക്കും ചീത്തായി തുടങ്ങും. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് ചോറ് തന്നെ ഉണ്ടാക്കാം. കപ്പ പിന്നെയും ഇരുന്നോളുമല്ലോ. അപ്പം ഞാനിന്ന് ചോറും തക്കാളി വാട്ടിയതും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കട്ടെ. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്തിട്ട് കേട്ടോ. കാരണം ഫോണിൽ ഇപ്പോൾ ഒരു 8% ആയിട്ടുണ്ട്. ഇനിയും ചാർജ് കുറയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ക്യാമറ ഓൺ ആവത്തില്ല. അതുകൊണ്ട് ഞാൻ ചാർജ് ചെയ്തിട്ടെ. അപ്പോഴേക്കും നമ്മളുടെ ഉച്ചക്കലത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടിയും കുറച്ചും കൂടിയൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഈ അലക്കുക എന്ന് പറയുന്നത്. പക്ഷേ വേറെ നിവർത്തിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോയി അലക്കുകയും ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വരട്ടെ. അപ്പോഴേക്കും എൻ്റെ ഫോൺ ഇവിടെ ഇരുന്ന് ചാർജും കയറട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളുടെ ഒരു മടുപ്പിക്കുന്ന വ്ളോഗ് ആവുമെന്ന് എനിക്കൊരു സംശയമുണ്ട് താനും. കാരണം എനിക്ക് വേറൊരു കാര്യവും ചെയ്യാനില്ല. ഞാനിവിടെ ഹോസ്റ്റലിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വെറുതെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ ഇത് കാണുന്നവർക്ക് ബോറടിക്കുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും എങ്ങനെയൊക്കെ പോട്ടെ അല്ലേ. അപ്പോൾ ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ ഇടട്ടെ. അപ്പോഴേക്കും ഞങ്ങൾ ബ്രോഡ്വേയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിമോളും ഞാനും വീണ ചേച്ചിയും കൂടി. ഉണ്ണിമോക്ക് കുറച്ച് എന്താ പറയുക ഉണ്ണിമോക്ക് ഫീൽഡ് ഉണ്ട്. ഉണ്ണിമോൾ MSW ആണ് പഠിക്കുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഇവർക്ക് ഫീൽഡിന് പോകുമ്പോൾ എന്താ പറയുക, കുർത്തി അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തില്ല. കാരണം ഭയങ്കര ഷോർട്ടായിപ്പോയി ഞാനെടുത്ത വീഡിയോ എന്ന് പറയുന്നത്. ഒരു 20 മിനിറ്റെങ്കിലും വേണമെന്ന് വെച്ചിട്ട് ഒരു 13 മിനിറ്റ് എന്തോ കണ്ടുള്ളൂ. പെട്ടെന്ന് തീരുന്ന പോലെ തോന്നുന്നു. പിന്നെ ഒരു സുഖം തോന്നുന്നില്ല. പിന്നെ ചില ക്ലിപ്സും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അവിടെ നിന്ന് ഞാനൊരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു ബ്രോഡ്വേന്ന്. ആ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ അത് കണ്ടു വരുമ്പോഴേക്കും എൻ്റെ ബാക്കിയുള്ള പരിപാടികളും കഴിഞ്ഞ് ഞാൻ എത്താം. നമ്മളെവിടെയാണ് പോകുന്നത് കുഞ്ഞുമോളെ? നമ്മൾ ബ്രോഡ്വേ പോവാണ്. അല്ല, നമ്മൾ ഫോർട്ട് കൊച്ചി പോവാണെന്ന് പറഞ്ഞു. ഫോർട്ട് കൊച്ചിയിൽ പോകുന്നുണ്ട്. ഉണ്ണുമുള്ള ഫീൽഡുമായിട്ട് എന്തൊക്കെയോ ഫീൽഡിൻ്റെ ഡ്രസ്സ് എടുക്കാം. ഫീൽഡിന് പോകുമ്പോൾ അതിനാണ് ബ്രോഡ്വേ പോണത്. പിന്നെ വേറെ എന്തിനും പോകുന്നുണ്ട് ഫീൽഡിൻ്റെ എന്തോ കാര്യത്തിന്. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ്സൊന്നുമില്ല. അപ്പം ഞാനും കൂടെ പോകുന്നുണ്ട്. വെയിലായതുകൊണ്ട് എനിക്ക് ഫോണിൽ നോക്കി സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കാര്യം വ്യക്തമാക്കി പറഞ്ഞുതരാം. നമ്മളൊന്ന് ഫോർട്ട് കൊച്ചിയിലും എറണാകുളത്തൊക്കെ പോവാണ്. ഉണ്ണിമോളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരു മാസത്തെ ഫീൽഡ് വർക്ക് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാനും എവിടേക്കോ എന്തൊക്കെയോ അപ്ലൈ ചെയ്യാനും, പിന്നെ ഒരു മാസം ഫീൽഡായതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. കുർത്തീസ് മാത്രമേ ഇവർക്ക് പറ്റത്തുള്ളൂ അവിടെ ഇടാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ എടുക്കണം. അതിനൊക്കെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് ബസ് കയറിയിട്ട് നേരെ പെരുമ്പാവൂർക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ആലുവ നിന്ന് മെട്രോ എടുത്തിട്ടാണ് നമ്മൾ
ബാക്കി എല്ലാ പരിപാടിയും ചെയ്യാൻ പോകുന്നു കേട്ടോ. പെരുമ്പാവൂർ ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ പുതിയൊരാളുണ്ടാവും, വീണ ചേച്ചി. ഉണ്ണുമോളുടെ ക്ലാസ്സിൽ പഠിക്കുകയാണ്. എനിക്ക് നേരത്തെ അറിയാം, നമ്മൾ തമ്മിൽ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് വീണ ചേച്ചി. ആൾ കുറച്ച് ഷൈ ആണ്, ഞാനും കുറച്ച് ഷൈ ആണ്. ഞാനും ഈ പബ്ലിക്കിലൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ. പക്ഷേ ഞാൻ അതിനിങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരെയും ഞാനിതിനൊരു പാർട്ടാക്കുന്നുണ്ടല്ലോ. എന്തായാലും നമ്മളിത് ഇപ്പോൾ ആലുവക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബ്രോഡ്വേയിൽ വന്നപ്പോൾ പക്ഷേ 3 തവണ ഞാൻ ബ്രോഡ്വേയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സമയത്തൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കളക്ഷൻ ഇല്ലാത്ത പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. അതുമല്ല ഭയങ്കര വില. നമ്മൾ എന്തിനാ ബ്രോഡ്വേയിൽ വരണേ, വില കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര വില. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്റ്റുഡിയോന്നോ ഒക്കെ നമുക്ക് ഡ്രസ്സ് എടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നൊന്നും എടുത്തില്ല. ഒരു ജീൻസും പിന്നെ ഒരു ബാഗും മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ സർപ്ലസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കളക്ഷനൊക്കെ ഭയങ്കര ശോകമാണ്. നമുക്ക് വീട്ടിലൊക്കെ ഇടാനാണെന്നുണ്ടെങ്കിൽ എടുക്കാം, ഓക്കെ. അല്ലാണ്ട് ഭയങ്കര ശോകമായിരുന്നു കളക്ഷനൊക്കെ. നമ്മളിങ്ങനെ കടകളായ കടകൾ മൊത്തം കയറി ഇറങ്ങുന്നു. അവർ നമ്മളെ പ്രലോഭിപ്പിക്കുന്നു, ഇതെടുക്ക് അതെടുക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്നൊക്കെ ഒഴിഞ്ഞ് മാറി രക്ഷപ്പെട്ട് ഓടുകയാണ് കേട്ടോ. ഒരു കടയിൽ നിന്ന് ഒരു കണക്കിനാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഏറ്റവും ലാസ്റ്റ് വീണ ചേച്ചിയുടെ സെക്ഷനിൽ ഒരു കടയുണ്ടായിരുന്നു. പനമ്പള്ളി നഗറിലെ ഒരു കടയാണ്, ഒരു കുർത്തി കടയാണ് കേട്ടോ. ഒരു റീല് കണ്ടിട്ടാണ് നമ്മൾ അവിടേക്ക് പോകാൻ പോകുന്നത്. അത് അതിലും വലിയൊരു കോമഡി ആയിരുന്നു. എൻ്റെ പൊന്നെ, ആ കഥ ഞാൻ വരുന്ന വഴിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ അതേ നമ്മൾ ഓട്ടോയിൽ നമ്മൾ 3 പേരും കൂടി ആ ഒരു കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കുർത്തിക്കട എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കടനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല അഭിപ്രായമാണ്. ഞാൻ സീരിയസ്ലി പറയാം കേട്ടോ. ഇവിടെ നല്ല മെറ്റീരിയൽസ് ഉണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ട്, ഒക്കെ അടിപൊളിയാണ്. പക്ഷേ നമ്മൾ കണ്ട റീലിൽ 160 രൂപ മുതൽ ഇവിടെ മെറ്റീരിയൽസ് മീറ്ററിന് സ്റ്റാർട്ടിംഗ് ആണ് എന്നാണ് കാണിച്ചത്. അതും കാണിച്ച മെറ്റീരിയൽസൊക്കെ അടിപൊളി മെറ്റീരിയൽസും. പക്ഷേ ഇവിടെ വന്നപ്പോൾ 160 രൂപ കാണിച്ചത് നമ്മൾ ഉദ്ദേശിച്ചതേ അല്ല, ആ റീലിൽ കണ്ടതുമല്ല. 541 രൂപ മുതലാണ് ഇവിടെ മീറ്ററിന് സ്റ്റാർട്ടിങ്, നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ പറയുക തുണിക്കൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. നല്ല പ്രൈസ്. നമ്മളിനി ഹൈക്കോട്ട് പോകാൻ പോവാണ്. ഹൈക്കോട്ടല്ലല്ലോ, ഫോർട്ട് കൊച്ചി പോകാൻ പോവാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞാൻ ബ്രോഡ്വേ പോയപ്പോൾ ഈ ഒരു ബാഗ് വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 200 രൂപയേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര അഫോർഡാണ് കേട്ടോ. നമുക്ക് ഇതിലിപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. നമ്മളിപ്പോൾ കുറേ തവണയായല്ലോ ഈ ഒരു മെട്രോ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. പക്ഷേ 50 രൂപയെ വന്നിട്ടുള്ളൂ കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, സ്കൂൾ സ്റ്റുഡൻസിനും പറ്റുമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നമ്മുടെ ID കാർഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫും കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാർഡ് എടുക്കാൻ പറ്റും. കാർഡ് ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ടാവും. അതിന് 24 മണിക്കൂർ വാലിഡിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്ര പ്രാവശ്യം മെട്രോയിൽ കയറിയാലും ഇറങ്ങിയാലും നമുക്ക് എക്സ്ട്രാ പൈസ ഒന്നും വരുന്നില്ല കേട്ടോ. അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അതേ നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ്. നേരെ ഫോർട്ട് കൊച്ചി പോകാൻ പോവാണ്. 6 രൂപയെ വന്നുള്ളൂ കേട്ടോ. ഒരാൾക്ക് 6 രൂപ. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 12 രൂപ. വീണച്ചേച്ചി പോയിട്ടോ, കാരണം വീണച്ചേച്ചിക്ക് തിരക്കുണ്ട്, വേറെ പരിപാടികളും കാര്യങ്ങളുള്ളതുകൊണ്ട് വീണച്ചേച്ചി പോയി. നമ്മൾ 2 പേരും കൂടിയാണ് ഫോർട്ട് കൊച്ചി പോകുന്നത്. ഈ ബോട്ടിൽ പോകുന്നത് എന്ത് അടിപൊളി കാര്യമാണല്ലേ. നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തൊക്കെ പോകാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ബോട്ടിൽ ഇങ്ങനെ കായലിക്കൂടി യാത്ര ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്തിയപ്പോഴേക്കും മഴ പെയ്യുന്നുണ്ടായിരുന്നു. ചില ഭാഗങ്ങളിൽ മാത്രമുള്ള കേട്ടോ മഴ. നമുക്ക് കായലോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും, ചില ഭാഗങ്ങളിൽ മഴയുണ്ട്, ചിലയിടത്ത് മഴയില്ല. ഇതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ക്യാപ്ചർ ചെയ്തില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ഓർത്തില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് എന്തൊക്കെയോ ചെയ്യായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വീഡിയോ എടുക്കുന്ന കാര്യം നമ്മൾ ഓർത്തില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഏതൊക്കെയോ ഹോസ്പിറ്റലൊക്കെ വിസിറ്റ് ചെയ്ത് തിരിച്ച് നമ്മളതേ നമ്മളുടെ ഹോസ്റ്റലിലോട്ട് പോകാനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. നമ്മളൊരു 5 മണി ആയപ്പോഴേക്കും തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. ഫുഡ് ഉണ്ടാക്കി, അലക്കി, എല്ലാ പരിപാടികളും കഴിഞ്ഞു, കുളിയും കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ സമയം 4:15 ഇപ്പോഴാണ് ഞാൻ ഉച്ചക്കാലത്തെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. 1:30 ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ പരിപാടികളും കഴിയും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിയാകുമ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കോളേജിലൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കുറച്ച് ഇരുന്നിട്ട് വരാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ സമയമെടുത്തു എൻ്റെ പണികൾ കഴിയാനായിട്ട്. എനിക്കധികം അലക്കാനുണ്ടായിരുന്നില്ല, പക്ഷേ ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ കുറച്ച് അധികം അലക്കാനുണ്ടായിരുന്നു.
അതുകൊണ്ട് അത് മൊത്തം ഞാൻ അലക്കി ഇട്ടു. ഇപ്പം നമുക്ക് വേറെ ബെഡ്ഷീറ്റൊന്നുമില്ല. ഇപ്പം ആ ബെഡിൽ വിരിച്ചേക്കുന്ന ബെഡ്ഷീറ്റും ഒരു പുതപ്പും അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നാളെയും മറ്റന്നാളും കൊണ്ട് ഇതെല്ലാം ഉണങ്ങി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണം. അതിനിടയ്ക്ക് മഴ പെയ്തപ്പോൾ ഇതൊന്നും വിരിക്കാനായിട്ട് സ്ഥലമില്ല. അപ്പുറത്തുള്ളവർക്കും നമുക്കും കൂടിയും ഇരിക്കണമല്ലോ. അപ്പോൾ ആകെ 3 അഴയെ ബാക്കിൽ കെട്ടിയിട്ടുള്ളൂ. അവിടെ മഴയൊന്നും കൊള്ളത്തില്ല. പക്ഷേ പുതപ്പൊക്കെ കുറച്ച് നീട്ടത്തിലുള്ള സംഭവങ്ങളൊക്കെ ആണല്ലോ. അതൊക്കെ ഇങ്ങനെ അവിടെ വെച്ചാൽ ബാക്കിയുള്ളത് വിരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഏറ്റവും ലാസ്റ്റ് ഞാൻ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയല്ല. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വന്നപ്പോൾ 4:15. പിന്നെ ഞാനൊരു 1.5 മണിക്കൂർ നീണ്ട കുളിയാണ് കുളിച്ചത്. ഫേസ് പാക്കൊക്കെ ഇട്ട് തലയിൽ എണ്ണയൊക്കെ പുരട്ടി സമാധാനത്തോടെ കുറച്ച് സമയം എടുത്താണ് കുളിച്ചത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് സമയം പോയി. ഇപ്പോൾ എനിക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് ഈ ഇടയായിട്ട് വിശപ്പ് വരുമ്പോൾ വായിൽ കയ്പ്പ് വന്ന പോലത്തെ ഒരു ഫീലിങ് എന്താണെന്നറിയില്ല. അപ്പം ഞാൻ ഉണ്ടാക്കിയ കറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ തക്കാളി വാട്ടിയത് കേട്ടോ. ഇത് ഞാൻ രാത്രിയിലത്തേക്കും കൂടി കണക്കാക്കിയാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇതിപ്പോൾ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. നമുക്ക് ഉണക്കച്ചമ്മയും കൂടി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ഒരു കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇത് എന്നേ തിരണ്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഉണക്കച്ചമ്മീൻ. എനിക്ക് എല്ലാ മീനും ഇഷ്ടമാണ്. എല്ലാ മീനും ഇഷ്ടമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഉണക്കച്ചമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലഞ്ച്. പച്ചരിയുടെ ചോറ്, തക്കാളി, ചെമ്മീൻ വറുത്തത്. ചോറ് കുറച്ചധികം വെന്ത് പോയിട്ടോ. ഞാൻ കുക്കറിലാണ് അടിച്ചത്. പക്ഷേ ഇത്രയും വേവൊന്നും വിചാരിച്ചില്ല. ഇവിടെ ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ഇരുട്ടാവുന്നതിന് മുമ്പ് കടയിൽ പോയി തുടങ്ങാം. കടയിൽ പോകാം. പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ സംസാരിക്കില്ല, വീഡിയോ മാത്രം എടുക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ, അവിടെ ഒന്ന് പോകണം. പക്ഷേ എൻ്റെ ഗൂഗിൾ പേ വർക്കാവുന്നില്ല. എന്താണെന്നറിയില്ല. നിങ്ങൾക്കുണ്ടോ ആ പ്രോബ്ലം എന്നെനിക്കറിയില്ല. ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെ എന്തോ കാണിക്കുന്നത്. എമൗണ്ട് അയച്ചിട്ട് പോകുന്നില്ല. ആ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഗൂഗിൾ പേ വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തയ്ക്കാൻ കൊടുത്തേക്കുന്ന സ്ഥലത്ത് കൂടി പോയിട്ട് എൻ്റെ ആ ഒരു ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളുടെ കട. നമ്മൾ സ്ഥിരമായി പോകാറുള്ളത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് പറ്റൊക്കെ ഉണ്ട് കേട്ടോ. മാസം അവസാനമാണ് നമ്മൾ പറ്റ് തീർക്കാറ്. എനിക്ക് തയ്ക്കാൻ കൊടുത്തിട്ടില്ലേ, അവിടെ എനിക്ക് പോകാൻ പറ്റില്ല. കാരണം എൻ്റെ ഗൂഗിൾ പേ വർക്കായില്ല. അവിടെ ചെല്ലുമ്പോൾ എന്തായാലും പൈസ കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ നാളെ എന്തായാലും ATM ൽ നിന്ന് പൈസ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി ഞാൻ നോക്കട്ടെ. രാത്രി ഞാൻ മിക്കവാറും ഒന്നും കഴിക്കാനായിട്ട് ചാൻസ് ഇല്ല. ഇനി കഴിക്കുമെന്നും എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ഇപ്പോൾ വിശക്കുന്നില്ല. എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പോൾ കുറേ മെച്ചപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ വേണമെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.